ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക് വൺസ് അഗെയിൻ. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിലെ വിഷയം വളരെ സാധാരണയായി നമ്മൾ കാണുന്ന, പ്രത്യേകിച്ചും ഒരു വീട്ടിലെ അച്ഛനമ്മമാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന, കുട്ടികളിലുണ്ടാകുന്ന അല്ലെങ്കിൽ മുതിർന്നവരിലും ഉണ്ടാകുന്ന പനിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, ഊഷ്മാവ് കൂടുന്നതിനെ നമ്മൾ പനിയെന്ന് സാധാരണ പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ട് പനി ഉണ്ടാവാം. പനി ഒരു രോഗമല്ല, രോഗലക്ഷണമാണ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഗതി തന്നെയാണ് കുട്ടികളിലുണ്ടാകുന്ന പനി. കുട്ടികളിലുണ്ടാകുന്ന പനി എങ്ങനെ ഉണ്ടാകുന്നു, എന്തുകൊണ്ടൊക്കെ ഉണ്ടാകുന്നു, അതിൻ്റെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ്, ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം കുട്ടികളിലെ പനിയെ എങ്ങനെ കാണുന്നു, എങ്ങനെ ചികിത്സിക്കുന്നു എന്നൊക്കെ സംസാരിക്കാൻ എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ടി കെ ഹരീന്ദ്രനാഥ്, കോഴിക്കോട് പേരാമ്പ്രയിലെ ഐഡിയൽ ഹോമിയോപ്പതി ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ പ്രീമിയർ സംഘടനയായ ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ്റെ ഫോമർ നാഷണൽ സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഹരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വിഷയം പനിയാണ്. അപ്പം പനി എന്ത് എന്ന ചോദ്യത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നറിയില്ല, എന്നാലും ഡോക്ടർക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റുമെന്ന് പറയൂ. മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്തനികൾക്ക് സ്ഥിരമായ ഒരു ഊഷ്മാവുണ്ട് ശരീരത്തിന്. ഈ ഊഷ്മാവ് കൂടുമ്പോഴാണ് നമ്മൾ പനി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഊഷ്മാവ് സ്ഥിരമായ ടെമ്പറേച്ചർ കണക്കാക്കപ്പെട്ടുള്ളത് 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്, അഥവാ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഈ ഊഷ്മാവ് വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ പനി എന്ന് പറയുന്നത്. പനി യഥാർത്ഥത്തിൽ ഒരു രോഗമല്ല, പല രോഗാവസ്ഥയുടെയും ഒരു ലക്ഷണമാണ്. ഈ പനിയുടെ പാറ്റേൺ, പനിയുടെ രീതി, ഇതൊക്കെ ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഇത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നു എന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അത് വേണ്ട ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും കൊടുക്കേണ്ടതാണ്. ഓക്കെ. ഇപ്പോൾ ഈ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥയാണ് നമ്മൾ പനി എന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ വേറെ അവസ്ഥകളിലും വേണമെങ്കിൽ കൂടാം. യെസ്. അപ്പം അത് പനി തന്നെയാണ് എന്ന് നമ്മളെങ്ങനെ ഉറപ്പിക്കും? പനി പല കാരണങ്ങൾ കൊണ്ട് പനി ഉണ്ടാവാം എന്ന് പറഞ്ഞല്ലോ. അതെ. പ്രധാനമായും പനി ഉണ്ടാവുന്നത് ഇൻഫെക്ഷൻ കൊണ്ടാണ്. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് വൈറസ് ഇൻഫെക്ഷൻ ആവാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, മറ്റ് ഫംഗലോ പ്രോട്ടോസോവലോ മറ്റ് സൂക്ഷ്മാണുക്കൾ ഒക്കെ പനി ഉണ്ടാക്കാം. ഇതൊന്നുമല്ലാതെ ചില കുട്ടികൾ ചിലപ്പോൾ പേടിച്ച് കരഞ്ഞാൽ വരെ പനി ഉണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ശരീരത്തിൻ്റെ. നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയയോ വൈറസോ അതുപോലെ എന്തെങ്കിലും സൂക്ഷ്മാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് രോഗാവസ്ഥ സൃഷ്ടിക്കാനുണ്ടാകുന്ന സാഹചര്യത്തെ എതിർക്കാൻ വേണ്ടി നമ്മുടെ പ്രതിരോധ സംവിധാനം ഒരുക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് യഥാർത്ഥത്തിൽ പനി. ടെമ്പറേച്ചർ കൂടുന്നതോടെ പല സൂക്ഷ്മജീവികളെയും പ്രത്യുൽപാദനം ഇല്ലാതാവും. അതാണ് യഥാർത്ഥത്തിൽ പനി, ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പനിയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു തെർമോ റെഗുലേറ്ററി സെന്റർ ഉണ്ട്. ഈ തെർമോ റെഗുലേറ്ററി സെന്ററിൽ ആവശ്യാനുസരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് സന്ദേശങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഉൽപ്പാദിപ്പിക്കുകയും അത് വേണ്ട കുറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനം പോലെയാണത്. അപ്പോൾ ഈ തെർമോ റെഗുലേറ്ററി സെന്ററാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഊഷ്മാവ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചുള്ള രോഗാണുക്കളെ കളയാനുള്ള അല്ലെങ്കിൽ നിർജ്ജീവമാക്കാനുള്ള ഒരു ടെക്നിക്കാണ് ശരീരത്തിന്റെ യഥാർത്ഥത്തിൽ പനി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പനി ഒരു അസുഖമല്ല, ഒരു രോഗലക്ഷണമാണ് എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രതിരോധ സംവിധാനം കൂടിയാണത്. തീർച്ചയായും. അപ്പൊ ശരിക്കും നമ്മൾ ഈ ഒരു ചെറിയ ടെമ്പറേച്ചർ റൈസിനെ അത്ര പാനിക്കോടെ കാണേണ്ട കാര്യമില്ല. ഇല്ല, തീർച്ചയായും ഇല്ല. അതൊരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ശരീരം മാനേജ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. എത്ര ദിവസം വെയിറ്റ് ചെയ്യാം? അതൊരു ദിവസത്തിന്റെ കാൽക്കുലേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്നാൽ അതിന്റെ ഇന്റൻസിറ്റി ചിലപ്പോൾ നമ്മൾ വളരെ ശക്തമായ രീതിയിൽ പനി വരെയും ചില അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണും. ഇപ്പൊ കണ്ണ് ചുമന്ന് ശരീരവേദനയും പേശിവേദനയൊക്കെ ആകെ വരുന്നൊരു പേഷ്യന്റ് ചിലപ്പോൾ ലെപ്റ്റോസ്പൈറോസിന്റെ വീൽസിന്റെ ലക്ഷണമായിരിക്കും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഉടനെ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ അപകടത്തിലാവും. അപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആ പനിയുടെ ലക്ഷണങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അടുത്ത പ്രൊസീജിയറിലേക്ക് നീങ്ങേണ്ടിയിരിക്കുന്നു. കാരണം എപ്പോഴും എല്ലാ പനികളും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് മാരകമായ അസുഖങ്ങളിലേക്കോ അസുഖങ്ങളുടെ ലക്ഷണങ്ങളാവും മറ്റു രീതിയിലേക്ക് നീങ്ങാം.
എല്ലാ പനികളും വെയിറ്റ് ചെയ്യാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഒരു ഡോക്ടറെ പരിശോധനയിലെ ഡിസ്ക്രിമിനേഷൻ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഈ പനിയുടെ ഒരു രോഗലക്ഷണമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പനി ഒരു രോഗലക്ഷണമാകുന്ന സാഹചര്യത്തിൽ പനി വരുന്നത്, കുട്ടികളിൽ വരുന്ന പനി പ്രത്യേകിച്ച് നമ്മൾ അച്ഛനമ്മമാരുടെ പാരൻസിൻ്റെ ഒരു വലിയ തലവേദന തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പനി വരുന്ന കുട്ടിയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഈ പനി വരുന്ന കുട്ടികൾ, അതായത് ചെറിയ കുട്ടികളാണെങ്കിൽ പനി ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞാൽ, അതായത് ഒരു 102 ഡിഗ്രിയിലൊക്കെ മുകളിലെത്തുമ്പോൾ ഫീവറിലെ കൺവൽഷൻസ് വരും. അത് അപസ്മാരം പോലെയുള്ള ഒരു കൺവൽസീവ് ഫീവർ സീഷ്യസ് എന്നാണ് പറയുന്നത്. അത് സാധാരണഗതിയിൽ ഒരു 7 വയസ്സ് വരെ കുട്ടികൾ ഈ ഫീവർ കൺവൽഷൻസ് ഉണ്ടാവാം. അപ്പോൾ അത് അത്തരം കുട്ടികളെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഇപ്പോൾ കുട്ടികളിൽ വരുന്ന പനി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വേണമെങ്കിൽ പലപ്പോഴും ഒരു പനി വന്നാൽ എല്ലാ പാരൻസും കുട്ടികളെ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കേണ്ട പനിയാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട പനിയാണോ അതോ വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാമോ എന്ന് നമുക്ക് എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും? അത് ടെമ്പറേച്ചറിന്റെ, അതായത് ഒരു പാറ്റേൺ അനുസരിച്ച് വളരെ ടെമ്പറേച്ചർ കൂടി വരിക, നമ്മുടെ യൂഷ്വൽ മാനേജ്മെന്റുകളൊന്നും തണുപ്പിക്കൊന്നും പറ്റുന്നില്ല, കുട്ടി കൂടുതൽ ഡീഹൈഡ്രേറ്റ് ആകുക, അത് നിർജ്ജലീകരണം ഉണ്ടാകുക, കുട്ടി കൂടുതൽ ടയേർഡ് ആവുക, ഈ ബേബീസ് ആണെങ്കിൽ സക്കിൾ ചെയ്യാതിരിക്കുക, യൂറിൻ ഔട്ട്പുട്ട് കുറയുക, ഇങ്ങനെയൊക്കെ വരുന്നത് കണ്ടാൽ എന്തോ ഒരു ഗുരുതരമായ മറ്റേതോ രോഗത്തിന്റെ ലക്ഷണമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പനി വരുന്ന കുട്ടിയെ നമുക്ക് വീട്ടിൽ പനി കൂടാതിരിക്കാൻ മരുന്ന് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, സാധാരണ പലരും ചെയ്യുന്ന കാര്യങ്ങളും ഈവൻ നമ്മൾ പോലും അഡ്വൈസ് ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്തു നോക്കുന്നത് മരുന്നിനോടൊപ്പവും മരുന്നില്ലാതെയും. അത് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ടെമ്പറേച്ചർ ചെറിയ റൈസ് കുട്ടികളുടെ ഒരു ചെറിയ ഒരു ഊഷ്മാവ് കൂടുന്നതിന് നമുക്ക് പാനിക്കായി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരം കുട്ടികളിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമെന്ന് തോന്നിയാൽ അവരെ ഫുഡിൽ കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ലൈറ്റായ ഭക്ഷണം കൊടുക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർന്ന് ചെറിയ പിന്നെ ഈ കഞ്ഞി, അതുപോലെ ലൈറ്റായ ഭക്ഷണങ്ങൾ കൊടുക്കുക. പിന്നെ ഒരു വാം അറ്റ്മോസ്ഫിയറിൽ കുട്ടിയെ കീപ്പ് ചെയ്യുക. പിന്നെ വെള്ളം കൂടുതൽ കൊടുക്കുക. കാരണം ഡീഹൈഡ്രേഷൻ ആണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് കൂടുതൽ വെള്ളം കൊടുക്കുക. എന്നിട്ട് 1-2 ദിവസം നമുക്ക് വലിയ ടെമ്പറേച്ചർ കൂടുതൽ കൂടുന്നില്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പലപ്പോഴും ഭൂരിപക്ഷം പനികളും വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഒരു സെൽഫ് ലിമിറ്റിംഗ് രോഗങ്ങളാണ്, ഡിസീസസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ശരാശരി ഒരു 3 ദിവസം മുതൽ 7 ദിവസം വരെ എടുത്ത് ഇത് യാതൊരു ചികിത്സയും കൂടാതെ തന്നെ ഈ ഫീവർ സബ്സൈഡ് ചെയ്യും. അപ്പം അങ്ങനെ കണ്ടീഷൻസിൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അത് ജനറൽ കണ്ടീഷൻസ് കൂടി കുട്ടികളെ നമ്മൾ നോക്കണം. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിച്ച് വേണ്ട രീതിയിലുള്ള പരിശോധനകളും മരുന്നുകളും കൊടുത്തേ പറ്റും. ഇപ്പം നമ്മൾ ഈ പനി ഡോക്ടർ അവസാനം പറഞ്ഞ് നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് പറയുന്നത് പോലെ വൈറൽ ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൊടുത്താൽ 7 ദിവസം കൊണ്ടും മരുന്ന് കൊടുത്തില്ലെങ്കിൽ 1 ആഴ്ച കൊണ്ടും മാറുമെന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വൈറൽ ഫീവർ സാധാരണ വന്നു കഴിഞ്ഞാൽ അത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ആവാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണമല്ലോ, എന്നാലേ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? എന്തൊക്കെ പരിശോധനകൾ നിങ്ങൾ ചെയ്യും? പക്ഷേ ഇവിടെ 1-2 പോയിന്റ്സ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതെ. യഥാർത്ഥത്തിൽ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വൈറൽ ഫീവറിൽ കോംപ്ലിക്കേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയെന്നാണ് പറയപ്പെടുന്ന ധാരണ. യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി ചികിത്സ ഈ വൈറൽ ഡിസീസിനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ വൈറൽ ഡിസീസിന്റെ സിംറ്റമറ്റോളജി അനുസരിച്ച് ഹോമിയോപ്പതി ഇതര വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ചികിത്സാ രീതിയാണ്. ആ ചികിത്സയ്ക്ക് ഒരു ഡയഗ്നോസിസിന്റെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇല്ല. ഡിസീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡയഗ്നോസിസിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ കൊടുത്താൽ പലപ്പോഴും ഈ വൈറൽ പനിയുടെ ഡ്യൂറേഷൻ കട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ, സിംറ്റമറ്റോളജിക്കലി കറക്റ്റായ ഒരു മെഡിസിൻ രോഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 hours 8 hours പനി കുറയും. മാക്സിമം ഒരു 48 hours ഈ വൈറൽ ഫീവർ സബ്സൈഡ് ചെയ്യുകയും ചെയ്യും. അത് 3 days 7 days വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല ഈ മരുന്നുകൾക്കൊന്നും യാതൊരുവിധ പാർശ്വഫലങ്ങളില്ലാത്തത് കൊണ്ടും രോഗിക്ക് ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒരു അസുഖം വന്ന ഒരു ക്ഷീണം ഒന്നും തന്നെ രോഗിക്ക് ഉണ്ടാവാത്ത രീതിയിൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും. കോംപ്ലിക്കേഷൻ മാത്രമല്ല ഈ മറ്റ് കോംപ്ലിക്കേഷൻസിനെ നീങ്ങുന്നത്, ഹോസ്പിറ്റലൈസേഷൻ പോലുള്ള രീതികൾ നീങ്ങുന്നത് മുൻകൂട്ടി ചെക്ക് ചെയ്യാനും
ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് പ്രത്യേകിച്ച് ഈ വൈറൽ ഡിസീസിന് സാധിക്കും. ഒരുപക്ഷെ ഒരു ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ശരിയായിരിക്കാം. എന്നാലും ഒരു ഡയഗ്നോസിസ് ഇല്ലാതെ ഒരു അസുഖം ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പലപ്പോഴും നമുക്ക് ഹോമിയോപ്പതി ചികിത്സയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്കൊരു ടൈഫോയിഡ് ഫീവർ ഉദാഹരണമാക്കി എടുക്കാം. ഒരു ടൈഫോയിഡ് ഫീവർ യഥാർത്ഥത്തിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് വരുമ്പോഴേക്കും ഡിസീസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു സെക്കൻഡ് വീക്ക്, രണ്ടാമത്തെ ആഴ്ച പോസിറ്റീവായി അതിന് ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതേ സമയത്ത് ഒരു ഹോമിയോപ്പതി ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമേ തന്നെ ഹോമിയോപ്പതി ചികിത്സ സിംപ്റ്റമറ്റോളജിക്കലി പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ രോഗലക്ഷണങ്ങൾ അനുസരിച്ച് കൊടുക്കുമ്പോൾ ഈ ടൈഫോയിഡിനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ രണ്ടാമത്തെ ആഴ്ച നമ്മൾ ഡയഗ്നോസ് ചെയ്ത് വരുമ്പോഴേക്കും ഈ രോഗത്തിന് ഏതാണ്ട് രോഗശമനം തുടങ്ങും. പലപ്പോഴും ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് വരുമ്പോൾ തന്നെ ഡിസീസ് ക്യൂർ ആകുന്ന രീതിയിലുള്ള ഒരു ഫലം ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഹോമിയോപ്പതിയുടെ. നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രധാനമായും ഡയഗ്നോസ് ഉദ്ദേശിക്കുന്ന ഡിസീസ് മാനേജ്മെന്റ് ആണ്. ഡിസീസ് മാനേജ് ചെയ്യാനും ആ ഡിസീസിന് എത്ര ഓരോ രോഗത്തിനും അതിൻ്റെതായ ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് എത്രയാണെന്നും എന്തെങ്കിലും കോംപ്ലിക്കേഷനിൽ നീങ്ങുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു രീതിയാണ് ഡയഗ്നോസ് കൊണ്ട് ഹോമിയോപ്പതി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേസമയത്ത് ഇതര വൈദ്യശാസ്ത്രങ്ങളിലൊക്കെ ആ ഡയഗ്നോസിസ് ബേസ്ഡ് ആണ് ട്രീറ്റ്മെന്റ്. ഒരു ഡയഗ്നോസിന് അതിന് സ്പെസിഫിക് ആയ ട്രീറ്റ്മെന്റ് ആണ് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു പനി ഡോക്ടർ പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ പനി പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ പനി അങ്ങ് കുറഞ്ഞോളും, വേറെ പ്രശ്നങ്ങളൊന്നും ഇതിന്റെ പുറകിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആയിരിക്കും സാധാരണ ചെയ്യുക? സാധാരണഗതിയിൽ പനി ഇൻഫെക്ഷൻസ് ആണ് പ്രധാനമായും നമ്മൾ പാനിക്കായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ. പലതരം ഇൻഫെക്ഷൻസ് ആണ്, അത് ഏതുതരം ഇൻഫെക്ഷൻസ് ആണ് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സാധാരണ നമുക്കൊരു ബ്ലഡ് പിക്ചർ, ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ നമുക്ക് രക്തം പരിശോധിച്ചാൽ തന്നെ അതിലെ രക്തത്തിലെ കൗണ്ടുകൾ നോക്കി തന്നെ ഇത് ബാക്ടീരിയൽ ആണോ വൈറൽ ആണോ അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻസിന്റെ വിറുലൻസ്, അതായത് ശക്തി തോത് എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പനിയുടെ കാരണം. ഒരു റുട്ടീൻ എക്സാമിനേഷൻ യൂറിനില് ഏതാണ്ട് നമുക്ക് ഡിസീസ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു ഊഹം കിട്ടും. ആ ഊഹം അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിന് പേഷ്യൻസിനെ വിടുന്നത്. ഇതെല്ലാം നോർമൽ ആവുകയും ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഏതാണ്ട് നോർമൽ ലിമിറ്റിലാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം ഈ പനി വലിയ പ്രശ്നമുള്ള പനിയല്ല, നമ്മുടെ ട്രീറ്റ്മെന്റ് ഇത്ര ദിവസത്തിനുള്ളിൽ അത് മാറിക്കോളൂ എന്ന് പേഷ്യന്റിനോട് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പനിയുടെ മരുന്നുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ പലപ്പോഴും ടെമ്പറേച്ചർ കൂടാതിരിക്കാൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയാൻ മരുന്നിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചില പൊടിക്കൈകളും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ പേഷ്യന്റിന്. പൊതുവെ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു കൊടുക്കും. അതെന്തൊക്കെയാണെന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മൾ ഫീവർ ഒരു നിശ്ചിത തോതിൽ കൂടുതൽ ഫീവർ ഒരു 104 ഒരു 100-102 മേലെയൊക്കെ ഫീവർ സ്റ്റാർട്ട് ചെയ്യും. ഫീവർ കുറയ്ക്കാൻ വേണ്ടി സാധാരണ പണ്ടുകാലം മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പോഞ്ചിങ് ആണ്. സ്പോഞ്ചിങ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഒരു വെള്ളം ഉപയോഗിച്ച് അതിന്റെ ടെമ്പറേച്ചർ മുകളിൽ തുടച്ച് ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ഒരു ടെക്നിക്കിനാണ് നമ്മൾ സ്പഞ്ചിങ് എന്ന് പറയുന്നത്. ഈ സ്പഞ്ചിങ്ങിന് ഏറ്റവും നല്ലത് ലൂക്ക്വാം വാട്ടർ ആണ്. ഇളം ചൂടുവെള്ളം, തണുപ്പ് മാറ്റിയ ലൂക്ക്വാം വാട്ടർ ആണ് യഥാർത്ഥത്തിൽ സ്പഞ്ചിങ്ങിന് നല്ലത്. ആ സ്പഞ്ചിങ് തുണി നനച്ച് ആ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞതിന് ശേഷം കക്ഷത്തിൽ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്പഞ്ച് ചെയ്യാൻ ഏറ്റവും നല്ല ഏരിയ. കാരണം ഈ കക്ഷത്താണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ആക്സില അല്ലെ കക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ കക്ഷത്തിൽ നിന്ന് സ്പഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ താൽക്കാലികമായി നമുക്ക് രാത്രി കാലത്തൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. മാത്രമല്ല ഹൈ റൈസ് ഓഫ് ടെമ്പറേച്ചറിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഈ ഫെബ്രൈൽ സീഷേഴ്സ് വരുന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞത്, ഈ ഫെബ്രൈൽ സീഷേഴ്സ് വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ ടെമ്പറേച്ചർ 102 മേലെ പോകാതിരിക്കാൻ നമ്മൾ നോക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാം? തീർച്ചയായും പറ്റും. ഫെബ്രൈൽ സീഷേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്, മാത്രമല്ല അതിന് പറ്റുന്ന മരുന്നുകളുണ്ട്. മാത്രമല്ല ഫെബ്രൈൽ സീഷേഴ്സ് ഭാവിയിൽ വരാതിരിക്കാൻ മരുന്നുകൾ കൊടുത്ത് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഈ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയുമ്പോൾ 85% ഫെബ്രൈൽ സീഷേഴ്സും വളരെ സിമ്പിൾ ഫെബ്രൈൽ സീഷേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് പാനിക്കാനോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് കോംപ്ലിക്കേറ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം 85% ഫീവറും ഫെബ്രൈൽ സീഷറും വളരെ സിമ്പിളായി ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ കൊണ്ട് കഴിഞ്ഞു പോകും. ഈ ഫെബ്രൈൽ സീഷേഴ്സ് ഒരു 10 മിനിറ്റ് കൂടുതൽ ഡ്യൂറേഷൻ ഉണ്ടാവുകയും
24 മണിക്കൂറിനുള്ളിൽ ഒന്നിൽ കൂടുതൽ തവണ ഫെബ്രൈൽ സീഷേഴ്സ് വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല 6 മാസത്തിൽ താഴെയുള്ള കുട്ടികളിൽ സീഷേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അത് യഥാർത്ഥ എപ്പിലെപ്സി ആണോ അല്ല തലച്ചോറിനോ മറ്റ് ഇൻട്രാക്രാനിയലുള്ള മറ്റ് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഫെബ്രൈൽ സീഷർ ആണെന്ന് പറഞ്ഞിരിക്കരുത്, തീർച്ചയായും പാടില്ല. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് പനി എന്ന് പറയുന്ന രോഗാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ രോഗലക്ഷണത്തിന്, ഡോക്ടർ ഭാഷയിൽ പറഞ്ഞ രോഗലക്ഷണത്തിന് എന്താണ് ഓഫർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഹോമിയോപ്പതി ചികിത്സയിൽ നിങ്ങൾ പനി എങ്ങനെ സമീപിക്കുന്നു? വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഹോമിയോപ്പതി ഈ പനിയെ ചികിത്സിക്കുന്നത്. പനിയല്ല, എല്ലാ രോഗങ്ങൾക്കും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെയും വ്യത്യസ്തമായ ഒരു ഫിലോസഫിയും ഒരു തിയറിയൊക്കെ ഹോമിയോപ്പതിക്കുണ്ട്. ആ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഹോമിയോപ്പതിൻ്റെ ക്യൂറിനും അതേ രീതിയിലുള്ള ഒരു വ്യത്യസ്തതയുണ്ട്. നമ്മൾ പലപ്പോഴും ഈ കൺവെൻഷണൽ മെത്തേഡിൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ്, ഒരു ഫീവറിന് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു സാധാരണ ആൾ ഉദ്ദേശിക്കുന്നത് ഒരു മരുന്ന് കൊടുക്കുന്നു, ഉടനെ ടെമ്പറേച്ചർ കുറയുന്നു, അയാൾ സ്വെറ്റ് ചെയ്യുന്നു, വേർത്ത് ടെമ്പറേച്ചർ കുറയുന്ന ഒരവസ്ഥ. ഇതാണ് യഥാർത്ഥത്തിൽ കൺവെൻഷണൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്ന് ടെമ്പറേച്ചർ ശരീരത്തിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ ഓർഗാനിസത്തിൻ്റെ വിറുലൻസ് കൂടാനും ഡിസീസ് കൂടുതൽ വയലന്റ് ആവാൻ സാധ്യത. അല്ലെങ്കിൽ നമ്മൾ ആ ട്രീറ്റ്മെന്റ് കോസിന്, അതായത് യഥാർത്ഥ കാരണത്തെ കൂടി ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഈ വൈറൽ ഡിസീസിലൊക്കെ വൈറൽ കൗണ്ട് കൂടുകയും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും ഡിസീസിന്റെ ഡ്യൂറേഷൻ കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഹോമിയോപ്പതിയിൽ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചികിത്സ. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ക്ലിനിക്കുകളിലൊക്കെ ഡോക്ടർമാർ ഈ പാരൻസ് കൊണ്ടുവരുന്ന പ്രസന്റ് ചെയ്യുന്ന ചില കേസുകളുണ്ട്. ആ കേസുകളിൽ കുട്ടിക്ക് പനി വരുന്നു. അത് കുട്ടിയുടെ പനി കാലിന് പനിക്കുമ്പോൾ തലയ്ക്ക് പനിക്കില്ല, കക്ഷത്ത് പനിക്കുമ്പോൾ മറ്റേ കക്ഷത്ത് ഉണ്ടാവില്ല, നെഞ്ചിന് പനിക്കുമ്പോൾ പുറത്ത് പനിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഈ അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫീവർ പാരൻസ് പറയും. ഈ പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുട്ടി ഭയങ്കര വാശി പിടിക്കുക, മുടിയൊക്കെ പിടിച്ച് പറക്കുകയും ആകെ ഇറിറ്റേറ്റഡ് ആയി മൂക്ക് വരയ്ക്കുകയും നിലത്ത് കമന്ന് കിടക്കുകയും നിസ്സാര കാര്യങ്ങൾക്ക് വാശി പിടിക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പിക്ചർ ഏതാണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതിന് ഹോമിയോപ്പതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് സിന. പീഡിയാട്രിക് പ്രാക്ടീസിൽ നല്ലൊരു ശതമാനം കേസുകളും സിന കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഹോമിയോപ്പതി മരുന്നാണ് സിന. ഇതൊരു ഡോസ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന് പെട്ടെന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ് സ്വെറ്റ് ചെയ്യല്ല ചെയ്യുക. ഹോമിയോപ്പതിക് ഭാഷയിൽ പറഞ്ഞാൽ എ സെൻസ് ഓഫ് വെൽബീയിങ്. ഈ കുട്ടിയുടെ ആ അഗ്രസീവ്നെസ് കുറഞ്ഞ് ഒന്ന് കാമാവും, ശാന്തമായ പ്രകൃതം. കുട്ടി കുറച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, വെള്ളം കുടിക്കാൻ തുടങ്ങും, ക്രമേണ ടെമ്പറേച്ചർ കുറങ്ങും. 5-6 മണിക്കൂറുകൾ 12 മണിക്കൂർ ഏതാണ്ട് കഴിയുമ്പോഴേക്ക് കുട്ടി ഒരു ഫോർമൽ സ്റ്റേറ്റ് ഓഫ് ഹെൽത്തിലേക്ക് നീങ്ങും. ഇതാണ് ഹോമിയോപ്പതിയുടെ ഒരു പാറ്റേൺ, ചികിത്സിച്ച് ആ പനി മാറുന്ന രീതി. ആ പനി മാറുന്നതോടുകൂടെ തന്നെ ഈ മുമ്പൊരു പനി ഉണ്ടാവുന്ന ലക്ഷണം പോലും ചിലപ്പോൾ ഈ കുട്ടിയിൽ അവശേഷിക്കില്ല. ഈ രീതിയിലാണ് ഹോമിയോപ്പതി ചികിത്സിക്കുന്നത്. ഈ ഹോമിയോപ്പതി മരുന്നുകളെ കുറിച്ച് സാധാരണ പറയുന്ന ഒരു കാര്യം, പനിയല്ല ഏത് അസുഖത്തിന് മരുന്ന് കൊടുത്താലും കുറച്ച് സമയമെടുത്ത് ഇതിന്റെ ഒരു ആക്ഷൻ കിട്ടുള്ളൂ എന്നാണ്. പനി പോലൊരു സംഗതിയൊക്കെ നമുക്ക് അത്രയും അങ്ങനെ ഒരു വെയിറ്റിംഗ് നടക്കും. അത് തികച്ചും തെറ്റിദ്ധാരണാജനകമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പനി മാറുന്ന രീതി ഞാൻ ഉദാഹരണമായ ഒരു ഡിസീസ് എങ്ങനെയാണ് കുറയുന്നത് ഹോമിയോപ്പതി ചികിത്സയിലൂടെ എന്ന് ഇത് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. കാരണം അവർ ഒരു മെഡിസിൻ കൊടുക്കുന്നു, ഉടനെ അത് തെർമോ റെഗുലേറ്ററി മെക്കാനിസത്തിൽ ആക്ട് ചെയ്യുന്നു, ഉടനെ ടെമ്പറേച്ചർ കുറയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ രോഗശമനം എന്ന് കരുതുന്നതുകൊണ്ട്, അത് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിന്നെ മറ്റൊരു കാര്യം, പണ്ട് കാലങ്ങളിലൊക്കെ ഹോമിയോപ്പതി ചികിത്സ ചെയ്തിരുന്നത് മറ്റ് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും പിന്തള്ളിയ ശേഷം ഹോപ്പ്ലെസ് ആയ കേസുകൾ ഹോമിയോപ്പതി ഡോക്ടർമാരെ എടുത്ത് കയറും. അപ്പോൾ ഇത്ര ഹോപ്പ്ലെസ് ആയ കേസുകൾ വളരെ സമയമെടുത്ത് ആയിരിക്കും അതിൽ ചെറിയൊരു വ്യത്യാസം പോലും ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കണം. മറ്റ് ചികിത്സകൾക്കുള്ള ഹോപ്പ്ലെസ് ആയ കേസുകളാണ്. ആ കേസുകൾ വളരെ നേരിയ രീതിയിൽ ഒരു മാറ്റം വരാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. ഒരു പക്ഷേ അതായിരിക്കാം ഹോമിയോപ്പതി ചികിത്സ വളരെ സ്ലോ ആണ് എന്ന് പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പക്ഷേ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. യെസ്. മാത്രമല്ല ഈ പനിയിൽ ഈ ഹോമിയോപ്പതി ചികിത്സയിൽ അക്യൂട്ടായിട്ട് പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന മെഡിസിനുകളും ഉണ്ട്. അത് ഷോർട്ടായി ആക്ട് ചെയ്യുന്ന മെഡിസിൻസും അതുപോലെ തന്നെ
വളരെ സ്ലോ ആക്ട് ചെയ്യുന്ന വിവിധതരം മരുന്നുകളുണ്ട്. ഒരു അക്യൂട്ടായിട്ട് വരുന്ന കണ്ടീഷൻസ് അത് പ്രത്യേകതരം മരുന്നുകൾ ഉപയോഗിച്ചാണ് ഹോമിയോപ്പതി അതിന് അക്യൂട്ട്. പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരുമ്പോൾ അതിന് ചെറിയ പ്രത്യേക മരുന്നുകൾ കൊടുത്ത് ശ്വാസം മുട്ടൽ കുറച്ചതിന് ശേഷമാണ് അതിന് റിക്കറൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സകൾ. അത് ഈ പനിയുടെ ചികിത്സയിൽ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ആഹാര നിയന്ത്രണങ്ങൾ, മറ്റ് നിയന്ത്രണങ്ങൾ, അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് പറയാറുണ്ടോ? തീർച്ചയായും പനി ഏത് തരം പനിയായാലും ഈസിലി ഡൈജസ്റ്റബിളായ പെട്ടെന്ന് ദഹനം ഉണ്ടാകുന്ന രീതിയിലുള്ള ലൈറ്റായ ഭക്ഷണങ്ങൾ, പോഷകപ്രധാനമായ ഭക്ഷണങ്ങൾ, കൂടുതൽ ലിക്വിഡ് ഡയറ്റുകൾ, വെള്ളം കൂടുതൽ കൊടുക്കുക, നന്നായി വിശ്രമം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്രമിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായും ഒരു പനിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഹോമിയോപ്പതി മരുന്നുകൾ പൊതുവെ കാണുന്നതെല്ലാം ഒരുപോലത്തെ സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാം വെളുത്ത ഗുളികകളാണ്. ഇത് എല്ലാം ഒരേ മരുന്നുകളാണോ അതോ പല പല മരുന്നുകളാണ്? അങ്ങനെയാണെങ്കിൽ ഒരു മരുന്ന് കൊണ്ട് എല്ലാ രോഗങ്ങളും ചികിത്സിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇത് ഗുളികയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇരിക്കുന്ന ചെറിയ വെളുത്ത ഷുഗർ പില്ലറ്റ്സ് ഗ്ലോബ്യൂൾസ് ആണ്. ഈ ഗ്ലോബ്യൂൾസിൽ മരുന്ന് ആഡ് ചെയ്ത് ഏതാണ്ട് ആയിരക്കണക്കിന് ഹോമിയോപ്പതി മരുന്നുകളുണ്ട് വ്യത്യസ്തമായ. ഹോമിയോപ്പതി മരുന്നുകൾ ഒരിക്കലും ഒരു മരുന്നിന് മറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ലക്ഷണ സമൂഹത്തെ മരുന്നിന് ആ മരുന്ന് തന്നെ കൊടുക്കാതെ മറ്റൊരു മരുന്ന് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഗുളികകളുടെ മേൽ നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് ഒഴിച്ച് അത് എവാപ്പറേറ്റ് ചെയ്ത് പോകും. അതിനുശേഷം ആ ഗുളിക ഉണങ്ങിയിട്ടുണ്ടാവും. ഡ്രൈ ആയ ആ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും വ്യത്യസ്ത മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിന്റെ സമയം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ ടി കെ ഹരീന്ദ്രനാഥ്, അദ്ദേഹം കോഴിക്കോട് പേരാമ്പ്ര ഐഡിയൽ ഹോമിയോപ്പതിക് ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമാണ്. അതുപോലെ ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷന്റെ ഫോമർ നാഷണൽ സെക്രട്ടറിയും കൂടെയാണ്. അദ്ദേഹം പനിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഹോമിയോപ്പതിയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പക്ഷേ പനി എന്ന് പറയുന്ന വിഷയം ബൃഹത്തായ ഒരു വിഷയമാണ്. പനി എന്ന് പറയുന്നത്, പനി എന്താണ്? പനി ഒരു രോഗലക്ഷണം മാത്രമാണ്. പല രോഗങ്ങളുടെയും അടിസ്ഥാനപരമായ ഒരു ലക്ഷണമാകാം പനി. ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള വൈറൽ ഫീവേഴ്സും ആകാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സാധ്യതകൾ, ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം പനിയെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതുപോലെ പനി വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും കുട്ടികളിലുണ്ടാകുന്ന പനി, പാരൻസിന് എപ്പോഴും ഒരു തലവേദനയായി മാറാവുന്ന കുട്ടികളിലുണ്ടാകുന്ന പനി എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, പാനിക് ആവാതെ, പേടി കൂടാതെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kerali.tv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. ബൈ.